ഹായ് എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അവിയൽ ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും തന്നെ ഇല്ല. പക്ഷേ അതെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ താഹിറ ചേച്ചിയുണ്ട്. താഹിറ ചേച്ചിയാണ് ഇന്ന് അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈസി ആയിട്ട് അവിയൽ ഉണ്ടാക്കുന്നത്. ഇത് ചേച്ചി ഇവിടെ അവിയലിന് വേണ്ട കഷ്ണങ്ങളെല്ലാം മുറിച്ച് റെഡിയാക്കിയിട്ടേക്കുന്നതാണ്. അതിലേക്ക് ഒരു സവോളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ലേശം ഉപ്പിട്ട് കൊടുക്കണം. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കണം. ലേശം മുളക് പൊടി ഇട്ടു. ഇനി ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ, നമ്മുടെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം കൂടി പോകരുത്, കുഴഞ്ഞു പോകും. ഇതിപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇത് ഇവിടെ നിന്ന് വെന്ത് കിട്ടണം. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർക്കണം. ഇനി അരപ്പ് ചേർക്കാനുള്ള എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അവിയലിനുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം, ചെറിയ ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇത് ഒരുപാട് അരഞ്ഞു പോകേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇവിടെ അവിയലിൻ്റെ കഷ്ണമൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഈ ഒരു പരുവത്തിലാണ് നമ്മളത് അരച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ഈ അരപ്പുകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് ഒരു പൊടിക്കും കൂടെ നമ്മൾ പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടെ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോഴേക്കും നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എത്രത്തോളം കറിവേപ്പില ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് നമ്മുടെ ഈ അവിയലിന് കിട്ടുന്നത്. അപ്പം കുറച്ചും കൂടെ നമുക്ക് ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇവിടെ നമ്മളുടെ അവിയൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നമ്മളിതിൽ തൈര് ചേർത്തിട്ടില്ല, തൈര് ചേർക്കാതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തൈര് ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചും കൂടെ പുളിയൊക്കെ കിട്ടും. പക്ഷേ അതിന് പകരം നമ്മൾ തക്കാളി അതിന് പകരമായിട്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയാണ് ഈ ഒരു അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. So if you like the video, please like, share, comment and subscribe. See you with another good video. Take care. Bye bye.